ഒരു കാപ്പി കുടിച്ചു തുടങ്ങിയാലോ? സത്യസന്ധമായിട്ട് പറയൂ, നിങ്ങൾ ഒരു ദിവസം എത്ര കാപ്പി കുടിക്കും? ലോകത്ത് വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും കുടിക്കപ്പെടുന്ന പാനീയം ഏതെന്നറിയോ? അതെ, കാപ്പി തന്നെയാണ്. പക്ഷേ കാപ്പി നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ? നമ്മുടെ ഉറക്കം കളയുമോ? ഒരു ദിവസം എത്ര കാപ്പി വരെയാണ് സേഫ്? പറഞ്ഞുതരാം. ഫിൽറ്റർ ഇല്ലാത്ത സത്യങ്ങൾ. ആദ്യം തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറയട്ടെ. നമ്മൾ കുടിക്കുന്ന കാപ്പിക്ക് 800-ലധികം ഫ്ലേവേഴ്സ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ വൈനിനേക്കാൾ അധികം ഫ്ലേവേഴ്സ് ഉണ്ട് നമ്മുടെ കാപ്പിക്ക്. വേറൊരു കാര്യം പറയട്ടെ, ലോകത്ത് തന്നെ ഏറ്റവും എക്സ്പെൻസീവായ ഒരു കാപ്പി ഉണ്ടാക്കുന്നത് ആനയുടെ കാഷ്ടത്തിൽ നിന്നാണ്. അതെ, കേട്ടത് ശരിയാണ്. നമുക്ക് പല കഥകളിലേക്കും പോകാം. 2.6 ബില്യൺ കപ്സ് പെർ ഡേ, 2600 കോടി കപ്പ് കാപ്പിയാണ് ഒരു ദിവസം ആൾക്കാർ കുടിക്കുന്നത്. എത്ര വലിയ സംഖ്യ ഒന്ന് ഊഹിച്ചു നോക്കിയേ. ചുരുക്കി പറഞ്ഞാൽ ലോകത്തുള്ളതിൽ 2/3 ആൾക്കാരും കാപ്പി കുടിക്കുന്നുണ്ട്. നമ്മുടെ ഒരു കുളിക്കുന്ന സ്വിമ്മിംഗ് പൂൾ അത്രയിലെ 4000 സ്വിമ്മിംഗ് പൂൾ നിറയ്ക്കാനുള്ളത്രയും കാപ്പി ഒരു ദിവസം ആൾക്കാർ കുടിച്ചു തീർക്കുന്നുണ്ട്. ലോകത്ത് ഓയിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ചരക്ക് കാപ്പിയാണ്. ലോകത്ത് 12,000 ടൺ കാപ്പിയാണ് ഒരു വർഷം എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കാപ്പിയെ ചിലർ ബ്ലാക്ക് ഗോൾഡ് എന്നുകൂടി വിളിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി കുടിക്കുന്ന രാജ്യം ഏതെന്നറിയോ? അമേരിക്കയല്ല, അത് ഫിൻലൻഡാണ്. ഒരു കണക്കുണ്ട്, ഒരു ഫിൻലൻഡുകാരൻ ഒരു വർഷം കുടിക്കുന്നത് 7.4 കിലോഗ്രാം കാപ്പിയാണ്. രണ്ടാം സ്ഥാനത്ത് ഡച്ചുകാരാണ്. അവർ 7 കിലോളം കാപ്പിയാണ് ഒരു വർഷം കുടിക്കുന്നത്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്കാർ കുടിക്കുന്നത് വെറും 200 ഗ്രാം മാത്രമാണ്. ഇനി കുറച്ച് ഹിസ്റ്ററി നോക്കാം. കാപ്പിയുടെ കഥ തുടങ്ങുന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. അങ്ങ് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ നിന്ന്. കൽദി എന്നൊരു ആട്ടിടയൻ തൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആടുകൾ ഒരു ചെറിയ ചെടിയുടെ കായ്കൾ കഴിക്കാൻ തുടങ്ങി. അത് കഴിച്ചപ്പോൾ തൊട്ട് ആടുകൾ തുള്ളിച്ചാടാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ ആടുകളൊന്നും ഉറങ്ങിയുമില്ല. ഇത് കണ്ടിട്ട് നമ്മുടെ ഇടയൻ ക്യൂരിയസ് ആയി. അങ്ങനെയാണ് ശരിക്കും കാപ്പി ആദ്യമായി കണ്ടുപിടിക്കപ്പെടുന്നത്. ഇതൊരു ഐതിഹ്യം മാത്രമാണെങ്കിലും കാപ്പിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആദ്യമായി കിട്ടുന്നത് 9-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. റാസസ് എന്നൊരു പേർഷ്യൻ വൈദ്യനാണ് കാപ്പിയെപ്പറ്റി ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ ഒരു ചെടിയുടെ അത് കഴിച്ചാൽ ദഹനത്തെ സഹായിക്കുമെന്നും ഉന്മേഷം കൂടുമെന്നും പറയുന്നുണ്ട്. ഇതാണ് ആദ്യമായി കാപ്പിയെപ്പറ്റിയുള്ള എഴുതപ്പെട്ട രേഖ. ചില ഗ്രന്ഥങ്ങളിൽ കാപ്പിയെ ബെഞ്ചം എന്നാണ് പറയുന്നത്. പിന്നീട് അറബ് വ്യാപാരികൾ ഈ കുരു വറുത്തെടുക്കാൻ തുടങ്ങി. അവർ അതിനെ ഖവ എന്ന് വിളിച്ചു. അറബിക്കിൽ ഖവ എന്ന വാക്കിനർത്ഥം ഉന്മേഷം പകരുന്നത് അല്ലെങ്കിൽ വിശപ്പടക്കുന്നത് എന്നാണ്. അങ്ങനെ നമ്മുടെ ഈ കാപ്പിക്കുരു ലോകമെമ്പാടും പ്രസിദ്ധമാകാൻ തുടങ്ങി. കഫേ, കോഫി എന്നീ പല നാമങ്ങളിൽ ലോകമെമ്പാടും നമ്മുടെ ഖവ സഞ്ചരിക്കാൻ തുടങ്ങി. അറബികൾ കാപ്പിക്കുരുവിൻ്റെ കച്ചവടം കൃത്യമായി സംരക്ഷിച്ചിരുന്നു. അവർ മുളയ്ക്കാൻ കഴിയുന്ന വിത്തുകൾ പുറത്തോട്ട് കടത്തിയില്ല. റോസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പഴകിയതുമായ കാപ്പിക്കുരുവിൽ മാത്രമാണ് യൂറോപ്യർക്ക് കിട്ടിയത്. ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ആ സമയത്ത് കാപ്പിക്കുരു കടത്തുന്നവർക്ക് മരണശിക്ഷ വരെ വിധിച്ചിരുന്നു. പക്ഷെ ഒരു രഹസ്യം എല്ലാ കാലത്തും ഒരുപോലെ കൊണ്ടു നടക്കാൻ കഴിയില്ലല്ലോ. വർഷം 1616 ചില ഡച്ച് വ്യാപാരികൾ കുറച്ച് കാപ്പിച്ചെടികൾ കടത്തി. അവർ അവരുടെ കോളനിയായ ഇന്തോനേഷ്യയിലേക്ക് അത് കടത്തി. അവിടെ ജാവ, സുമാത്ര ദ്വീപുകളിൽ ഇവ നട്ടു. ശരിക്കും ആ ക്ലൈമറ്റിൽ കാപ്പിച്ചെടികൾ അതിശക്തമായി വളർന്നു. ഇത് കണ്ട ബ്രിട്ടീഷുകാർ ഇതേ പാത പിന്തുടർന്നു. അവർ ആ കാപ്പിച്ചെടികൾ അവരുടെ കോളനിയായ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി കാപ്പിച്ചെടികൾ എത്തുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കാപ്പിച്ചെടികൾ നട്ടത് കർണാടകയിലാണ്. ബാബാ ബുധൻ എന്ന് പറഞ്ഞ മലനിരകളിലാണ് ആദ്യമായി കാപ്പിച്ചെടികൾ അവർ നട്ടത്. വർഷം 1714 ഡച്ച് നഗരമായ ആംസ്റ്റർഡാം ഫ്രഞ്ച് രാജാവായ ലൂയി 14 കുറച്ച് കാപ്പിച്ചെടികൾ ഗിഫ്റ്റായിട്ട് കൊടുത്തു. ലൂയി 14 പാരീസിലെ തൻ്റെ ഗാർഡനിൽ ഈ കാപ്പിച്ചെടികൾ കൊണ്ട് നട്ടു. അങ്ങനെ നമ്മുടെ കാപ്പിക്കുരു പാരീസിലും ഫ്രാൻസിലും പ്രസിദ്ധമായി. കഫേ പ്രൊക്കോപ്പ് എന്നൊരു പ്രസിദ്ധമായ കോഫി ഹൗസ് പാരീസിൽ തുടങ്ങുന്നു. ഇത് അവസാനം പാരീസിന് ലാൻഡ്മാർക്കായി തന്നെ മാറുന്നു. വോൾട്ടെയർ, റൂസോ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയ പ്രസിദ്ധരെല്ലാം അവിടെ നിന്ന് കാപ്പി കുടിച്ചു. ഇത് ഇന്നും പാരീസിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നീട് സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും ഈ കാപ്പിച്ചെടികൾ നമ്മുടെ ഫ്രാൻസുകാരുടെ നിന്ന് മോഷ്ടിക്കുന്നു. അങ്ങനെ ഇത് സ്പെയിനിലും പോർച്ചുഗലിലും എത്തപ്പെടുന്നു. ഒടുവിൽ കാപ്പി അങ്ങനെ ബ്രസീലിലും എത്തപ്പെട്ടു. ഇന്ന് ബ്രസീലാണ് ലോക കാപ്പിയുടെ തലസ്ഥാനം എന്ന് പറയപ്പെടുന്നു. ലോകത്തിലെ കാപ്പിയുടെ 30% മാർക്കറ്റ് ഷെയർ ഇന്ന് ബ്രസീലിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവായ 2 കോഫികളെ പറ്റി ഒന്ന് പറയാം. ആദ്യത്തേത് ബ്ലാക്ക് ഐവറി കോഫി. തായ്ലൻഡിലെ ആനകളിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അതായത് കോഫി അറബിക്ക ബീൻസ്. ഇത് നമ്മുടെ ആനയും കൊണ്ട് കഴിപ്പിക്കും. ഇത് 70 മണിക്കൂറോളം ആനയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കിടന്ന്
കാപ്പിക്കകത്തൊരു ബിറ്റർനെസ്, ഒരു കയ്പുണ്ടാക്കുന്ന പ്രോട്ടീൻ ഉണ്ട്. ആനയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ എൻസൈംസ് ഈ കയ്പുള്ള പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യും. അങ്ങനെയാണ് കാപ്പി കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടുന്നത്. ഒടുവിൽ ആനപ്പിണ്ടത്തിൽ നിന്ന് ഈ ബീൻസ് ശേഖരിച്ചിട്ട് അത് പിന്നെയും പ്രോസസ്സ് ചെയ്തിട്ടാണ് ബ്ലാക്ക് ഐവറി കോഫി ഉണ്ടാക്കുന്നത്. ബ്ലാക്ക് ഐവറി കോഫിക്ക് 1 കിലോയ്ക്ക് 2 ലക്ഷത്തോളം രൂപ വരെ ചിലവുണ്ട്. രണ്ടാമത്തെയാണ് കോപ്പി ലുവാക് അല്ലെങ്കിൽ സിവറ്റ് കോഫി. ഇത് ഇന്തോനേഷ്യയിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ മരപ്പെട്ടിയെ പോലുള്ള ജീവി, അവിടെ ഇന്തോനേഷ്യയിൽ പനയിലൊക്കെ ജീവിക്കുന്ന മരപ്പെട്ടിയെ പോലുള്ള ജീവി, ഈ സാധനം നമ്മുടെ കോഫി ബീൻസ് കഴിച്ചിട്ട് ഇതിൻ്റെ കാഷ്ടത്തിൽ നിന്ന് ശേഖരിക്കുന്ന ബീൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് കോപ്പി ലുവാക്. ഈ സാധനത്തിന് ഒരു കപ്പ് കോഫിക്ക് 10,000 രൂപ വരെ വില വരുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കോഫി നമ്മുടെ ഉറക്കം കളഞ്ഞ് നമ്മളെ പിടിച്ചിരുത്തുമോ? എന്താണ് അതിൻ്റെ ശാസ്ത്രം? എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? എത്ര നേരത്തോളം കോഫിക്ക് നമ്മുടെ ഉറക്കം കളയാൻ സാധിക്കും? നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. കോഫിയിലെ ഏറ്റവും മെയിൻ കമ്പോണൻ്റ് ആണ് കഫീൻ. ഇത് നമ്മുടെ നാഡീവ്യവസ്ഥയെ, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കും. ആക്ച്വലി കോഫി നമ്മുടെ തലച്ചോറിനെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ക്ഷീണം തോന്നുമ്പം അഡിനോസിൻ എന്ന് പറഞ്ഞ റിസപ്റ്റേഴ്സ് നമ്മുടെ തലച്ചോറിനോട് പറയും ക്ഷീണം തോന്നുന്നു, റെസ്റ്റ് എടുക്കുമെന്ന്. പക്ഷേ കോഫി എന്താ ചെയ്യുന്നത്? ഈ അഡിനോസിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. നമ്മുടെ തലച്ചോറിന് ക്ഷീണം എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കാതെ നമ്മുടെ അഡിനോസിനെ ബ്ലോക്ക് ചെയ്യുകയാണ് കോഫി ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കോഫി കുടിച്ചു കഴിഞ്ഞ് അന്നേരം തന്നെ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ബോഡിയിലെത്തില്ല. കോഫി കുടിച്ചു കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കോഫിയുടെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. ഒരു കോഫിയുടെ 50% എഫക്റ്റ് അത് കുടിച്ചു കഴിഞ്ഞ് ഒരു 5-6 മണിക്കൂറിനുള്ളിൽ പോകും. പിന്നെ ബാക്കിയുള്ള 50% നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാനെ കൊണ്ട് എങ്ങനെ പോലെ ഒരു 12 തൊട്ട് 14 മണിക്കൂർ വരെ സമയമെടുക്കും. ഉദാഹരണത്തിന് വൈകിട്ട് 5 മണിക്ക് ഒരു കോഫി കുടിക്കുക എന്ന് വിചാരിക്കുക. പക്ഷേ വൈകിട്ട് 5 മണിക്ക് കുടിച്ച ഈ കോഫിയുടെ എഫക്റ്റ് രാത്രി 11 മണിക്ക് നമ്മുടെ ബോഡിയിലുണ്ടാവും. രാത്രി 11 മണിയാകുമ്പോൾ ഒരു 25 മില്ലിഗ്രാം കോഫിയോളം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിൽ പിന്നെയും ബാക്കിയുണ്ടാവും. ഇത് ശരിക്കും നമ്മുടെ രാത്രിയിലെ ഉറക്കത്തെ ബാധിക്കും. 25 മില്ലിഗ്രാം എന്നത് വളരെ ചെറിയൊരു അളവാണെങ്കിൽ കൂടി ഇത് നമ്മുടെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കും. ഉറങ്ങാനെടുക്കുന്ന സമയം, ഉറക്കത്തിൻ്റെ ആഴത്തിൻ്റെ കുറവ്, ഇതെല്ലാം ഇതുമൂലമുള്ള കാരണങ്ങളാണ്. ഉദാഹരണത്തിന് വൈകിട്ട് 5 മണിക്ക് കാപ്പി കുടിക്കുന്ന ഒരാൾക്ക് രാത്രി 11 മണിക്ക് ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ദിവസത്തിൽ എത്രയും നേരത്തെ കാപ്പി കുടി നിർത്തുന്നു അത്രയും നല്ലത്. രാത്രിയിൽ സുഖമുള്ളതും ആഴമേറിയതുമായ ഉറക്കം ലഭിക്കാനെ കൊണ്ട് കാപ്പി കുടി എത്രയും നേരത്തെ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. സ്റ്റഡീസൊക്കെ പറയുന്നത് ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ് കാപ്പി കുടി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാത്രിയിൽ അവർ ലാറ്റയോ വല്ലമേ കുടിക്കത്തുള്ളൂ, എക്സ്പ്രസ്സോ കുടിക്കില്ല. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് ലാറ്റയിലാണ് കഫീൻ്റെ അളവ് കുറവ് എക്സ്പ്രസ്സോയേക്കാൾ. പക്ഷെ ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാപ്പിക്ക് കയ്പ് കൂടുതലുണ്ടെന്ന് വിചാരിച്ച് അതിൽ കഫീൻ്റെയോ കോഫിയുടെ അളവ് കൂടുതലാണെന്ന് വിചാരിക്കരുത്. കഫീൻ്റെ അളവ് നിർണ്ണയിക്കുന്നത് കാപ്പിപ്പൊടിയും വെള്ളവും തമ്മിലുള്ള സമ്പർക്ക സമയമാണ്. വെറും 30 സെക്കൻഡ് മാത്രം വെള്ളവുമായിട്ട് സമ്പർക്കമുള്ള എക്സ്പ്രസ്സോയ്ക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ കഫീൻ്റെ അളവ് 4 തൊട്ട് 5 മിനിറ്റ് വരെ വെള്ളത്തിൽ കിടക്കുന്ന ഫിൽട്ടർ കോഫിക്ക് ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫിൽട്ടർ കോഫിയിൽ 120 മില്ലിഗ്രാം വരെ കഫീൻ ഉണ്ടാകും. ഇതൊരു 2 ഷോട്ട് എക്സ്പ്രസ്സോ അടിക്കുന്നതിന് തുല്യമാണ്. യൂറോപ്പിലെ മെഡിക്കൽ ബോർഡ്സിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഒരു അഡൽട്ട്, ഒരു മുതിർന്ന ആൾ 400 മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ ഒരു ദിവസം കുടിക്കരുത്. അതായത് ഒരു 4 എക്സ്പ്രസ്സോ ഷോട്ടിന് തുല്യം. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് 200 മില്ലിഗ്രാമിൽ കൂടുതൽ കഴിക്കരുത്. കുട്ടികൾക്ക് കഫീൻ കൊടുക്കുകയേ അരുത്. പക്ഷേ ഇതൊന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ കഫീൻ നിങ്ങളുടെ ഉറക്കം കളയുകയല്ല ചെയ്യുന്നത്, മറിച്ച് ശരീരത്തിന് ഗുണമാണ് ഉണ്ടാക്കുന്നത്. കഫീന് വാസോ കൺസ്ട്രിക്റ്റീവ് ആക്ഷൻ ഉണ്ട്. അതായത് കുറച്ച് സമയത്തേക്ക്, അതായത് കഫീൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിലുള്ള സമയത്തോളം കഫീന് നമ്മുടെ രക്തക്കുഴലുകളെ ചെറുതാക്കും. ഇതുമൂലം മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങൾക്ക് ശമനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസിന് ന്യൂറോളജിസ്റ്റ് കഫീൻ അടങ്ങിയ മരുന്നുകൾ എഴുതുന്നത്. ചില പുതിയ പഠനങ്ങൾ പറയുന്നത് ദിവസവും കാപ്പി കുടിക്കുന്നത് ഹാർട്ട് അറ്റാക്കിൻ്റെ ചാൻസ് 12% വരെ കുറയ്ക്കുമെന്നാണ്. അതുപോലെ തന്നെ കാപ്പി കുടിച്ചാൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് 8 മുതൽ 13% വരെ കുറയും. ഇതൊന്നുമല്ല, ടൈപ്പ് 2 ഡയബറ്റിക്സ് 23% വരെ കുറയ്ക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ കാപ്പിക്ക്. ഇനിയിപ്പോൾ കരളിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റി ലിവറും ലിവർ ക്യാൻസറും പോലുള്ള അസുഖങ്ങൾക്കും അതുപോലെ കരളിൻ്റെ ആരോഗ്യത്തിനും കാപ്പി വളരെ നല്ലതാണ്. ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ആയ പാർക്കിൻസൺസ്, അൾസൈമേഴ്സ് എന്നിവ ഉണ്ടാകാനുള്ള ചാൻസ് കുറയ്ക്കുന്നതിനും കാപ്പി വളരെ ഉത്തമമാണ്. ഇനിയുള്ളത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. കാപ്പി ഒരിക്കലും ഒരു ശത്രുവല്ല, ഏറ്റവും നല്ല മിത്രമാണ്. പക്ഷേ അളവിൽ കൂടുതലാകാൻ പാടില്ല. ഒരു അഡൽട്ട് 400 മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ ഒരു ദിവസം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സമയത്ത് കഴിക്കുക. കിടക്കുന്നതിന് 8 മണിക്കൂർ മുമ്പെങ്കിലും അവസാനത്തെ കാപ്പി കുടിച്ചിരിക്കുക. മധുരവും പാലും കഴിയുന്നത്ര ഒഴിവാക്കുക. മുമ്പേ പറഞ്ഞു കാപ്പി ഡയബറ്റിക്സ് കുറയ്ക്കുമെന്ന്. പക്ഷേ മധുരം ഉപയോഗിച്ച് കാപ്പി കുടിച്ചാൽ ഡയബറ്റിക്സ് കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് കൺസിഡർ ചെയ്യുക.